എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യോഹന്നാൻ 4:10. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവാണ് ജീവജലം എന്ന് ശമരിയക്കാരിയോടുള്ള സംഭാഷണത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നതാണ് നമ്മൾ വായിച്ചത്. ഈ ശമരിയക്കാരി സ്ത്രീയോടുള്ള യേശുവിൻ്റെ സംഭാഷണം രസകരമായ വഴിത്തിരിവുകളിലൂടെ മുന്നേറുകയായിരുന്നു. ജീവനുള്ള വെള്ളമെന്ന യേശു പറഞ്ഞത് ആ സ്ത്രീ ഒഴുകുന്ന ജലമായി തെറ്റിദ്ധരിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ ഗോത്രപിതാക്കന്മാർ അവരുടെ കൂടെയുള്ള ജനസഞ്ചയവും വളർത്ത് മൃഗങ്ങളുമായി സഞ്ചരിച്ചപ്പോൾ ആവശ്യാനുസരണം കിണറുകൾ കുഴിക്കുമായിരുന്നു. അപ്രകാരം യാക്കോബ് കുഴിച്ച കിണറിനരികിലാണ് യേശു ഇരുന്ന് ശമരിയക്കാരിയോട് സംസാരിച്ചത്. ഒരരുവിയോ പുഴയോ നിലയ്ക്കാത്ത ജലസ്രോതസ്സായി ആ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ യാക്കോബ് എന്തിനാണ് കിണർ കുഴിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. യാക്കോബിന് കണ്ടെത്താൻ കഴിയാതിരുന്ന ജലസ്രോതസ് ഈ യാത്രക്കാരൻ കണ്ടെത്തിയോ എന്ന സംശയമാണ് ശമരിയക്കാരിൽ ഉളവായത്. യേശുവിൻ്റെ വാക്കുകൾ പഴയ നിയമഭാഗങ്ങളുടെ ഉൾക്കാഴ്ചകളിൽ നിന്ന് ഉരുവായതാണ്. യെശയ്യാപ്രവാചകൻ 55-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും യെഹെസ്കേൽ 47-ാം അധ്യായത്തിലും അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ ദൈവീക ദാനമായ ജീവജലത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് ശമരിയക്കാരിയും മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാൽ അവൾക്കതിന് കഴിഞ്ഞില്ല. യേശു പ്രസ്താവിക്കുന്ന ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ അവൾ ചില രൂപാന്തരങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അതിലൂടെ കടന്നു പോയത് കൊണ്ടാണ് മശിഹായെ കണ്ടെത്താൻ ശമരിയക്കാരിക്ക് പിന്നീട് കഴിഞ്ഞത്. ആ ഒരു രൂപാന്തരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവത്തെ അറിയുന്നതിന് ആഗ്രഹമുള്ളവർക്കും അറിഞ്ഞവർക്കും മാത്രമാണ് ജീവനുള്ള ജലം ലഭ്യമാകുന്നത്. അറിയുക എന്നത് കേവല അറിവ് എന്നതിനേക്കാൾ ആഴത്തിലുള്ള അനുഭവമാണ്. തിരുവെഴുത്തുകളുടെ ആഴത്തിലുള്ള അറിവിലൂടെയാണ് മശിഹ എന്ന തലത്തിൽ യേശുവിൻ്റെ ആളത്വത്തെ ഉൾക്കൊള്ളാൻ ഇടയാകുന്നത്. യേശുവിൽ വെളിപ്പെടുന്ന സത്യത്തിലേക്ക് കർത്താവ് ഈ സ്ത്രീയെ നയിച്ചു. യേശുവിൻ്റെ അരുളപ്പാടുകളോടും വെളിപ്പെടുത്തലുകളോടും അവൾ ക്രിയാത്മകമായി പ്രതികരിച്ചു. അതുകൊണ്ട് അവൾ ജീവജലം പാനം ചെയ്തു. യേശുവിൽ നിന്ന് കുടിക്കുന്നവർക്ക് തൃപ്തി വരുന്നു എന്ന് മാത്രമല്ല, അനേകരുടെ ദാഹം ശമിപ്പിക്കാൻ അവർ കാരണമാകുകയും ചെയ്യും. ശമരിയക്കാരി സ്ത്രീ അപ്രകാരമുള്ള രൂപാന്തരം അനുഭവിച്ച അനുഗ്രഹീതയായി മാറുന്നു. രണ്ടാമത്, ദാഹം ശമിപ്പിക്കാനുള്ള ജലം താൻ മാത്രമാണ് നൽകുന്നത് എന്നതിനാൽ തന്നിൽ നിന്ന് അത് പാനം ചെയ്യാൻ യേശു ശമരിയക്കാരിയെ ഉപദേശിച്ചു. ഗോത്രപിതാവായിരുന്ന യാക്കോബ് ഭൗതിക സമൃദ്ധിയെ ഉന്നം വയ്ക്കുന്ന ജീവിത ദർശനമാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ആ ദർശനത്തിന് വരൾച്ചയുടെയും വറുതിയുടെയും കാലങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിന് കഴിഞ്ഞില്ല. മുഴുവൻ പട്ടുപോകാതെ സമൂഹത്തെ പിടിച്ചു നിർത്തിയത് ജോസഫ് പിന്തുടർന്ന ദർശനമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സത്യസന്ധമായി താൻ അനുവർത്തിക്കേണ്ടുന്ന ജീവിത ശൈലിയുമാണ് ജോസഫ് വിശ്വസിച്ചത്. അപ്പോൾ യാക്കോബിനേക്കാളും ജോസഫിനേക്കാളും ഉന്നതനായ കർത്താവിനാണ് പല ജീവിതങ്ങളിലേക്കും ജീവജലം പകരാൻ കഴിയുന്നതും നിത്യതയോളം മനുഷ്യരെ നയിക്കാൻ കഴിയുന്നതും. ജീവിത ദർശനത്തിലുണ്ടാകേണ്ടുന്ന രൂപാന്തരം യേശുവിൻ്റെ ജീവൻ പ്രാപിക്കാൻ
അനിവാര്യമാണ്. നഗ്നത വെളിവാകാതിരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കണ്ണ് തുറന്നു കിട്ടേണ്ടതിനുള്ള ലേപവും സാക്ഷാൽ സമ്പന്നതയുടെ അടയാളമായ തീയിൽ ഊതിക്കാച്ചിയ പൊന്നും വില കൊടുത്തു വാങ്ങാൻ ലബദോക്കിയ സഭയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് ഈ കാഴ്ചപ്പാട് വ്യതിയാനത്തെക്കുറിച്ചാണ്. ഭൗതികതയുടെ തിമിരം ബാധിച്ച കുരുട്ട് കണ്ണുകൾ തുറന്നു വരേണ്ടത് കർത്താവിനെ അറിയുന്നതിന് അനിവാര്യമാണ്. ഈ സ്ത്രീ ജീവനുള്ള വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞത് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാനാണ്. എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറഞ്ഞത് അർത്ഥസത്യം മാത്രമായിരുന്നു. അത് ഉള്ളം കൊണ്ടറിഞ്ഞ കർത്താവ് 5 ഭർത്താക്കന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും എടുത്ത് കാണിക്കുന്നു. ശമരിയക്കാരുടെ വിശ്വാസ സഞ്ചാര പഥങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്തമായ 5 മലകളുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് ഒരു ഉപമയിലൂടെ ആലങ്കാരികമായി അവളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ പദാവലികളും ആഴത്തിലുള്ള അർത്ഥവും തിരിച്ചറിയാൻ കഴിയാത്ത ദൗർബല്യം നമ്മെ ഭരിക്കുന്നുണ്ടോ എന്നതാണ്. ഭൗതിക സമൃദ്ധിയെ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ പരക്കം പാച്ചിലുകൾക്കിടയിൽ ദൈവത്തെ അധരം കൊണ്ട് സേവിക്കുകയും ഉള്ളം കൊണ്ട് മാമോനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിത ദർശനം ജീവിത വരൾച്ചകളിൽ സഹായകരമാകുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സകലവും അറിയുന്നവൻ്റെ മുൻപാകെ അസത്യത്തിൻ്റെ മൂടുപടങ്ങൾ വലിച്ചു മാറ്റാൻ നമ്മൾ തയ്യാറാകുമോ എന്നത് ഈ വേദഭാഗം നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ഒരു വലിയ ചലഞ്ചാണ്. നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായി വിധേയപ്പെടുത്തുകയും എല്ലാം അറിയുന്ന കർത്താവ് നമ്മെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു എന്നുള്ള ധാരണയോടുകൂടി സമർപ്പിതമായി ജീവിപ്പാനും നമുക്ക് സാധിക്കണം. ജീവജലത്തിൻ്റെ ഉറവ നമ്മുടെ കർത്താവിൽ നിന്നാണ്. അത് സ്വീകരിപ്പാൻ, ആ ഒരു സമൃദ്ധിയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടനീളം അവിടുത്തെ കൃപ, കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വറ്റാത്ത ജീവജലത്തിൻ്റെ ഉറവയായി അവിടുത്തെ നിത്യജീവൻ്റെ സമൃദ്ധി ഞങ്ങൾക്ക് പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡികമായ തൃപ്തിയേക്കാൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി നിലനിൽക്കുന്ന നിത്യമായ ആത്മീയ അനുഭവങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലും കൃപയും അനുഭവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.